Hi friends, welcome to our channel with Love Ria. എല്ലാവരും വീക്കെൻഡ് ഫാമിലിയോടൊപ്പം നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ സൺഡേ ഉച്ചയായിട്ടേ ഉള്ളൂ. അപ്പം നമ്മളും ഫാമിലിയോടൊപ്പം പുറത്തേക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കുട്ടികൾക്കുള്ള കൗണ്ടിങ് ആക്ടിവിറ്റി ഫ്ലാഷ് കാർഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ട് പോകാവുന്ന. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇഷ്ടമാകാത്തതെന്നുള്ളതും എന്നെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുട്ടികൾക്കുള്ള ഒരു ആക്ടിവിറ്റി ബുക്ക് ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു. അപ്പോൾ ആ ആക്ടിവിറ്റി ബുക്കിന്റെ അകത്ത് നമ്പേഴ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറച്ച് ഫ്ലാഷ് കാർഡ്സ് ആണ്. അപ്പൊ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഇതുകൊണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഇത് നമ്പർ 7 കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഡൈനോസറിനെയാണ്. അതുപോലെ തന്നെ നമ്പർ 1 to 10 വെച്ചിട്ടുള്ള അക്കങ്ങൾ വെച്ചിട്ടുണ്ടാക്കുന്ന പടങ്ങൾ നമ്മളുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താഴെയായിട്ട് നമ്പർ 7 എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാൻ ആക്ച്വലി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 7 ആണ് എഴുതിയിരിക്കുന്നത്. തീരെ ചെറിയ കുട്ടികളാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് നമുക്ക് 7ന്റെ ഡയറക്ഷനോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ 7ന്റെ കൺസെപ്റ്റ് തന്നെയും ഈ ഫ്ലാഷ് കാർഡിൽ ചെയ്യിക്കാവുന്നതാണ്. രണ്ടാമത്തെ ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഇതിൽ കാണാം നമ്പർ 7ന്റെ ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ കുട്ടിക്ക് ഒരു ചെറിയ കാറോ മറ്റോ ഉണ്ടെങ്കിൽ ആ ചെറിയ കാർ ഉപയോഗിച്ച് ഇവിടെ കുട്ടീനെയും കൊണ്ട് ഒരു റോഡിൽ കൂടെ പോകുന്നത് പോലെ തന്നെ ഈ നമ്പർ 7ലൂടെ ഏത് നമ്പറാണോ ആ നമ്പറിൽ തന്നെ ഈ ഡയറക്ഷൻ കാണിച്ചിട്ട് ഇങ്ങനെ കുട്ടിയെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും കുട്ടിക്ക് ഡയറക്ഷൻ നമ്പർ ഏത് ഡയറക്ഷനിലേക്കാണ് എഴുതുന്നത് എന്നുള്ളത് കുറച്ചും കൂടി ഒരു ധാരണയായി കിട്ടുന്നതാണ്. ഞാൻ മുൻപേ പറഞ്ഞിരുന്നു നമ്പർ 7 ഒക്കെ ചില കുട്ടികൾ തിരിച്ചെഴുതാറുണ്ട് എന്ന്. അതുപോലുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ചെറുപ്പത്തിലെ തന്നെ നമ്മൾ കുട്ടികളെ നമ്പേഴ്സിന്റെ ഡയറക്ഷൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്പർ 7നോടൊപ്പം തന്നെ ഞാൻ 7 കറുത്ത കുത്തുകൾ ഇവിടെ ഇട്ടിരിക്കുന്നതായിട്ട്. ഇതുപോലുള്ള ചെറിയ ക്ലോത്ത് ക്ലിപ്സ് വെച്ച് കുട്ടികൾക്ക് 1, 2, 3 അങ്ങനെ എണ്ണി തന്നെ, അതായത് അവർക്ക് നിങ്ങൾ ഈ ക്ലോത്ത് ക്ലിപ്പ് കണക്ട് ചെയ്യാതെ ഈ ഒരു പേപ്പർ മാത്രമായിട്ട് ഈ ഒരു ഫ്ലാഷ് കാർഡ് മാത്രമായിട്ട് കൊടുക്കുക. അങ്ങനെ കൊടുത്തതിന് ശേഷം കുട്ടിയോട് പറയുക ഇത് ഏത് നമ്പർ ആണോ അത്രയും ക്ലോത്ത് പിൻസ് ഈ കാർഡിന്റെ സൈഡിൽ ഇടാനായിട്ട്. അപ്പോൾ ഈ ഡോട്ട്സ് ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിക്ക് തെറ്റത്തുമില്ല. എന്നാൽ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് 1, 2 കൗണ്ട് ചെയ്യിക്കുകയും ചെയ്യാം. 1, 2, 3, 4, 5, 6 and 7. അപ്പോൾ അതാണ് ഈ ഫ്ലാഷ് കാർഡിന്റെ ഒരു സൈഡിൽ. ഇനി ഈ ഫ്ലാഷ് കാർഡിന്റെ തന്നെ മറുപുറത്തായിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത് നമ്പർ 7. പിന്നെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ കുട്ടിക്ക് നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ നമ്പേഴ്സും ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കണം. പക്ഷെങ്കിൽ ഇതിൽ ഏത് നമ്പറാണോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ നമ്പർ മാത്രം ഇതുപോലെ ഒരു കളത്തിൽ ഇങ്ങനെ എഴുതുക. എന്നിട്ട് ലേറ്റർ ഓൺ കുട്ടീനോട് പറയുക നമ്പർ 7 എന്നുള്ള ലെറ്റേഴ്സ് മാത്രം കളർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കുഞ്ഞ് കളർ ചെയ്ത് ഫൈനലി വരുമ്പോൾ കുഞ്ഞിനവിടെ നമ്പർ 7 എന്ന് വലിയ വലുപ്പത്തിൽ കാണാൻ പറ്റും. പക്ഷെ കുഞ്ഞിവിടെ കളർ ചെയ്തത് ഏത് നമ്പറാണോ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ആ നമ്പർ മാത്രമായിരിക്കും. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ ചിട്ടപ്പെടുത്താനായിട്ട്. അത് അങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി അടുത്ത ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് ഇങ്ങനെ. ഇപ്പൊ നമ്പർ 7ന്റെ ഡയറക്ഷൻ ഇവിടെ തന്നെ കുട്ടീനെ ഒന്നും കൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു 10 കോളം വെച്ചിരിക്കുന്നു. ഇനി ഇവിടെ നമ്മൾ കുട്ടിയോട് പറയുകയാണ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊടുത്തിട്ട്, ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ വെളുത്തുള്ളി തന്നെ എടുത്തിട്ട്, വെളുത്തുള്ളി എന്നല്ല എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ചോക്കിംഗ് ഹസാർഡ് അല്ലാത്ത എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് കുട്ടിയോട് പറയുക ഈ നമ്പർ 7ന്റെ അനുസരിച്ച്, അതായത് 7 നിങ്ങൾ കൊടുക്കുന്ന ഒബ്ജക്റ്റ് ഇതിന്റെ പുറത്ത് വെക്കാനായിട്ട്. അപ്പൊ കുട്ടിയുടെ കയ്യിൽ നിങ്ങൾ ഒരു 10 എണ്ണം കൊടുക്കുന്നു. ഇവിടെയാണെങ്കിൽ ഒരു 10 കോളമാണുള്ളത്. അപ്പൊ കുട്ടി അറിഞ്ഞിരിക്കണം നമ്പർ 7 എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ എണ്ണാൻ പഠിപ്പിക്കുന്നതാണ്. അതായത് നമ്പർ 1, 2, 3 എന്ന് കാണപ്പാടം പഠിക്കുന്നതിനേക്കാൾ ഇവിടെ ആ ഒരു 1, 2, 3യുടെ കൺസെപ്റ്റ് തന്നെ ഇവിടെ വീണ്ടും പഠിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ 1, 2, 3, 4, 5, ഞാൻ 6 എണ്ണം എടുത്തിട്ടുള്ളൂ. 7 വെളുത്തുള്ളി. ഇപ്പൊ 7 വെളുത്തുള്ളി ഇവിടെ വെക്കേണ്ടതാണ്. അങ്ങനെ നമ്മൾ കുട്ടിയോട് ഇവിടെ 7 നിങ്ങൾ കൊടുക്കുന്ന ഒബ്ജക്റ്റ് വെക്കാനായിട്ട് ചോദിക്കുക. അതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ നമ്പർ 7 എന്നുള്ളത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. ഇനി ഇതിന്റെ തന്നെ മറുപുറത്ത് ഞാനൊരു മേഘം വരച്ചിട്ട് ഈ മേഘത്തിനുള്ളിൽ നമ്പർ 7 വരച്ചിട്ടുണ്ട്. അപ്പൊ ഈ നമ്പർ 7 മേഘത്തിനുള്ളിൽ വരച്ചിട്ട് ഇതിന്റെ താഴെ 7 മഴത്തുള്ളികളാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണെന്നുണ്ടെങ്കിലും കളർ ചെയ്യാതെ വേണം കുട്ടിക്ക് കൊടുക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ കൊടുത്തിട്ട് കുട്ടീനെ കൊണ്ട് നമ്മളിവിടെ 7നെ കളർ ചെയ്യിപ്പിക്കുന്നു. അതുപോലെ തന്നെ എത്ര മഴത്തുള്ളികളാണോ എന്ന് എണ്ണി അതിനെ കളർ ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫ്ലാഷ് കാർഡ്സ്. അപ്പൊ ഫ്ലാഷ് കാർഡ്സ് നമുക്കിനി ഉണ്ടാക്കാനായിട്ട് നോക്കാം.
ഇവിടെ നമ്പർ 10ന്റെ ഫ്ലാഷ് കാർഡാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നമ്പർ 10ന് ഞാനിവിടെ നമ്പർ 10 കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞിനാണ് വരച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പിന്നിൽ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 10 കൊണ്ടുള്ള ഈ ഒരു കുഞ്ഞു കോഴിക്കുഞ്ഞിനെ തന്നെ 10 എണ്ണത്തിന് വരച്ചു ചേർക്കാവുന്നതാണ്. നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ ഇത് ചെയ്തതായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം ഞാൻ പറഞ്ഞു കുട്ടിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ കളർ ചെയ്യാതെ ഒരു നമ്പർ 10 ഇവിടെ കൊടുക്കുന്നതായിട്ട്. അപ്പൊ ഇവിടെ കുട്ടിക്ക് കളർ ചെയ്യാതെ നമ്പർ 10 കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ കുഞ്ഞു കളിപ്പാട്ടം കാർ ഇവിടെ 1 ഓടിക്കുന്നു, 0 ഓടിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ക്ലോത്ത് ക്ലിപ്സ് കുട്ടിയോട് ഇവിടെ 10 എണ്ണം കണക്ട് ചെയ്യാനായിട്ട് പറയുന്നു. ഇനി ഇതിന്റെ മറുപുറത്ത് നിങ്ങൾക്ക് കാണാം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്പർ 10 എന്നുള്ളത് മാത്രം ഞാനിവിടെ ഒരു ഓർഡറിൽ എഴുതിയിട്ട് അതിന് ചുറ്റിനുള്ള ഏരിയയിൽ ഞാൻ വെറുതെ റാൻഡം ആയിട്ടുള്ള ഷേപ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്പർ 10 ഒഴികെയുള്ള ഒരുപാട് അക്കങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഫൈനലി കുട്ടിയോട് നമ്മൾ നമ്പർ 10ന്റെ കോളം മാത്രം കളർ ചെയ്യാൻ പറയുന്നു. അങ്ങനെ നമ്പർ 10ന്റെ കോളം മാത്രം കളർ ചെയ്തിട്ട് അവസാനം കുട്ടിക്ക് നമ്പർ 10 തന്നെ വളരെ വലുപ്പത്തിൽ കാണാൻ പറ്റുന്നതാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് ഞാൻ കാണിച്ചിരുന്നു. ഒരു മേഘം വരയ്ക്കുക, മേഘത്തിന്റെ അകത്ത് നമ്പർ എഴുതുക. നമ്മൾ കുട്ടിയോട് പറഞ്ഞ് കൗണ്ട് ചെയ്യിക്കുക. കൗണ്ട് ചെയ്തതിനു ശേഷം നമ്മളിവിടെ നമ്പർ 10 കുട്ടി കൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ നമ്പർ 10ന്റെ ക്ലൗഡും കൂടെ ഈ മേഘവും കൂടെ നമുക്ക് കുട്ടീനെ കൊണ്ട് കളർ ചെയ്യിക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മറുപുറത്ത് നമ്മൾ എഴുതിയിരിക്കുന്നു നമ്പർ 10ന്റെ ഡയറക്ഷൻ. നമ്പർ 10 എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ വെളുത്തുള്ളി എന്താണോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റ് ഒരു 10 എണ്ണം ഇവിടെ കുട്ടീനെ കൊണ്ട് എണ്ണി വെപ്പിക്കുക. അപ്പൊ ഇവിടെ പല കാര്യങ്ങളും റിപ്പീറ്റേഷൻ ആണല്ലേ. അതായത് നമ്പർ 10ന്റെ ഡയറക്ഷൻ നമ്മൾ പല രീതിയിൽ പഠിച്ചു. നമ്പർ 10 എഴുതുന്നു. നമ്പർ 10ന്റെ കൺസെപ്റ്റ് തന്നെ ക്ലോത്ത് ക്ലിപ്പിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ വെളുത്തുള്ളി പ്ലേസ് ചെയ്തതിലൂടെ ആണെങ്കിലും ഒക്കെ നമ്മൾ ആ ഒരു റിപ്പീറ്റേഷൻ കുട്ടികള് കണ്ടും കേട്ടും പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ചെയ്യുമ്പോൾ പഠിക്കുന്നതായിരിക്കും, ആ ഒരു എക്സ്പെരിമെന്റ്സിലൂടെ തന്നെ. അപ്പൊ നിങ്ങൾക്കാണെങ്കിലും കുട്ടിയുടെ ഒപ്പം തന്നെ ഇരുന്ന് ഒരു നല്ലൊരു ബോണ്ടിങ് ടൈം കൂടെയാണ് ഇതുപോലെയുള്ള ഫ്ലാഷ് കാർഡ്സ് ചെയ്യിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ താഴെ നമ്പർ 4 കൊണ്ട് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്പർ 4 കൊണ്ടുള്ള ഷാർക്കിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തുകൊണ്ട് തന്നെ അതിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നമ്പർ 4ന്റെ 4 വട്ടം വരച്ചിട്ട് ആ വട്ടത്തിനെ നമ്മൾ കറുത്ത കളർ കൊണ്ട് തന്നെ ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊണ്ട് ഫില്ല് ചെയ്യുക. അതിനോടൊപ്പം കുട്ടിയോട് നമുക്ക് ക്ലോത്ത് പിൻസ് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് ലേറ്റർ ഓൺ പറയാവുന്നതാണ്. അപ്പൊ ഞാൻ ഇവിടെ നമ്പർ 4 എഴുതുകയാണ്. വലിയ ഭംഗിക്കൊന്നും എഴുതണമെന്നില്ല, കുട്ടിക്ക് മനസ്സിലാകാൻ പരുവത്തിന് എഴുതി കൊടുത്താൽ മതി. അപ്പൊ ഞാനിങ്ങനെ ഒരു ഡബിൾ ലെയർ പോലെ ഈ ഒരു രീതിയിലാണ് എഴുതുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം കുട്ടിക്ക് നമുക്കിവിടെ ഈ വണ്ടി ഓടിക്കുന്ന ലൈൻസ് വരയ്ക്കാനായിട്ടുള്ള സ്പേസ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നമ്പർ 4 എഴുതിയിരിക്കുകയാണ്. ഇനി ഇതിന്റെ മറുപുറം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ 4 കൊണ്ട് തന്നെ പല കള്ളങ്ങൾ, നമ്പർ 4ന് വേണ്ടിയുള്ള പല പല കള്ളികൾ ഉണ്ടാക്കുകയാണ്. ലേറ്റർ ഓൺ നമ്മൾ ഈ കള്ളികൾ കളർ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്പർ 4ന്റെ ഒരു ബിഗ് വലുപ്പത്തിലുള്ളത് കിട്ടുമെന്നുള്ളതാണ് നമ്മളുടെ കൺസെപ്റ്റ്. അപ്പോൾ ഞാനിവിടെ റഫായിട്ട് ഒരു നമ്പർ 4ന് വേണ്ടിയുള്ള കുറച്ച് കളങ്ങൾ വരയ്ക്കുകയാണ്. ഇവിടെ നമുക്ക് എല്ലായിടത്തും നമ്പർ 4 ഞാൻ എഴുതി കൊടുക്കുന്നു. ഇനി ബാക്കിയുള്ള സ്പേസിൽ റാൻഡം ആയിട്ട് ഇതുപോലെ തന്നെ മറ്റക്ഷരങ്ങളും മറ്റ് ഷേപ്പുകളും ഒക്കെ കൊടുക്കാം. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, നമ്പർ 4 എന്നുള്ളത് വേറെ ഒരു കോളത്തിലും എഴുതാൻ പാടില്ല. മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് റാൻഡമായിട്ട് ഈ ഏരിയ മൊത്തം ഫില്ല് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്തതിനു ശേഷം നമ്മൾ കുട്ടിയോട് നമ്പർ 4 എഴുതിയിരിക്കുന്ന കളങ്ങൾ മാത്രം കളർ ചെയ്യാൻ പറയുന്നു. അതിനുശേഷം കുട്ടിക്ക് ഇതുപോലെ ഒരു ഏരിയ കിട്ടുന്നതാണ്. അതായത് വലിയ വലുപ്പത്തിൽ
കുട്ടി എഴുതിയിരിക്കുന്ന നമ്പർ ഒന്ന് ഹൈലൈറ്റ് ആയി കാണാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി ലാസ്റ്റ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടു ഇവിടെ നമ്പറിന്റെ ഡയറക്ഷൻ. അപ്പം നമുക്കിവിടെ ആദ്യമേ നമ്പർ 4 എഴുതാം. ഇത് തന്നെ ഞാനൊരു ഇച്ചിരി വലുപ്പത്തിൽ എഴുതി കൊടുക്കുകയാണ്. കളർ കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്പറിന്റെ ഡയറക്ഷനുമായി. ഇനി ഇവിടെ നമുക്ക് കുട്ടിക്ക് നമ്മൾ കൊടുത്ത ആ ഒരു ഒബ്ജക്റ്റ് എണ്ണി വെക്കാനായിട്ട് നമ്മളിവിടെ കോളങ്ങൾ വരയ്ക്കുകയാണ്. പ്രത്യേകിച്ച് റൂൾസ് ഒന്നുമില്ല, ഇതിങ്ങനെ കോളം തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് വട്ടം വരയ്ക്കാം, ഇഷ്ടമുള്ള ഷേപ്പ് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു എളുപ്പമായതുകൊണ്ട് തന്നെ ഈ ഒരു സ്കെയിൽ വെച്ചിട്ട് ഈ ഷേപ്പ് ചൂസ് ചെയ്തു എന്ന് മാത്രം. ഇങ്ങനെ വരച്ചതിന് ശേഷം കുട്ടി ഇവിടെ ഈസി ആയിട്ട് ആ ഒരു 4 ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിന്റെ താഴെ നമ്മൾ നമ്പർ 4 എന്ന് ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചോയ്സ് ഓഫ് ലാംഗ്വേജിൽ എഴുതി കൊടുക്കുക. അപ്പൊ നമ്പർ 4 എന്ന് എഴുതി. ഇനി ഇതിന്റെ മറുപുറത്ത് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഒരു ക്ലൗഡ് വരയ്ക്കുക. ക്ലൗഡിന്റെ അകത്ത് നമ്പർ 4 എന്ന് ഞാൻ എഴുതി. പിന്നെ ഒരു 4 മഴത്തുള്ളികൾ വരച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത്രയാകുമ്പോൾ നമ്മളുടെ ആക്ടിവിറ്റി കാർഡ് റെഡിയാണ്. അപ്പോൾ അങ്ങനെ ഈ ആക്ടിവിറ്റി ഫ്ലാഷ് കാർഡുകൾ ഞാനിവിടെ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് ഒരല്പം കട്ടിയുള്ള DIY ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു പേപ്പറാണ്. ഇത് തന്നെ വേണമെന്നില്ല, നമുക്കൊരു ബുക്കിൽ വേണമെങ്കിൽ ചെയ്യാം. അതല്ല കുട്ടികൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് നടക്കാനും കളിക്കാനും ഒക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഇതുപോലുള്ള പേപ്പറുകളിലോ അതല്ല നമുക്ക് വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ഒരു ഹാർഡ് ബോർഡ് ആണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്ത് ഇതുപോലുള്ള ഹാർഡ് ബോർഡ് പേപ്പേഴ്സിന്റെ അകത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾ ഏത് മീഡിയത്തിലാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാൻ കാണിച്ച നമ്പേഴ്സ് മാത്രമല്ല, നമുക്ക് 1 to 10 എല്ലാ നമ്പേഴ്സും കൊണ്ട് തന്നെ ഇതുപോലെ എഴുതാവുന്നതാണ്. അപ്പോൾ ഇതിന് കറക്റ്റ് ആയിട്ടും എങ്ങനെയാണ് ഓരോ ലെറ്ററിനും ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആ ആക്ടിവിറ്റി ബുക്ക് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടെ കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണും വരെ ബൈ.